മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെതിരെ ഇറാൻ ഒരുക്കുന്നത് ഇന്നുവരെ കാണാത്ത ഒരു മഹായുദ്ധത്തിന്റെ പദ്ധതിയാണ്. വെറും 12 ദിവസത്തെ യുദ്ധമല്ല, മറിച്ച് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന 4 യുദ്ധമുഖങ്ങൾ ഒരേ സമയം തുറക്കാൻ പോവുകയാണ് ഇറാൻ. ടെഹ്റാനിൽ നിന്ന് ലഭിക്കുന്ന അതീവ രഹസ്യ വിവരങ്ങൾ പ്രകാരം ഇറാന്റെ നീണ്ട കൈകൾ ഇസ്രായേലിനെ 4 വശത്തു നിന്നും ശ്വാസം മുട്ടിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ്. ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് 4 പ്രധാന ജിയോളജിക്കൽ ഭൂമിശാസ്ത്ര മേഖലകളിലാണ് ഇറാൻ തങ്ങളുടെ സൈനിക വിന്യാസം പൂർത്തീകരിക്കുന്നത്. ഏതൊക്കെയാണ് ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് ഹിസ്ബുള്ളയാണ്, വടക്ക് ഭാഗത്ത്. ഇവിടെയാണ് ലബനാൻ ഇസ്രായേലിന്റെ വടക്ക് ഭാഗം. ഹിസ്ബുള്ള വെറും പ്രസ്താവനകൾ നടത്തുകയില്ല, മറിച്ച് അതിർത്തിയിൽ വമ്പൻ സൈനിക നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ഡിസംബർ 31 മുമ്പ് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കണമെന്ന് ഇസ്രായേൽ ഭീഷണി മുഴക്കുമ്പോൾ റെഡ് ലൈൻ മറികടക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള മറുപടി പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗത്തും ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുക. രണ്ടാമത്തേത് കിഴക്ക് ഭാഗത്തുള്ള സിറിയ വെറും ഒരു ഇടത്താവളമല്ല, മറിച്ച് യുദ്ധക്കളമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണയുള്ള ആയുധ കൈമാറ്റമല്ല, മറിച്ച് യുദ്ധം തുടങ്ങിയാൽ ഉടനടി പ്രവർത്തിക്കാവുന്ന ഇഗ്നിഷൻ പോയിന്റുകൾ ഇറാൻ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സിറിയയിൽ നിന്നുള്ള രണ്ടാമത്തെ പോയിന്റാണ് ഇവിടെ വരുന്നത്. മൂന്നാമത്തെ വെസ്റ്റ് ബാങ്കാണ്. ഇസ്രായേലിന്റെ നെഞ്ചത്ത് തന്നെ ആയുധങ്ങൾ എത്തിക്കുകയാണ് ഇറാൻ. മാസങ്ങൾ കൊണ്ടല്ല, ആഴ്ചകൾ കൊണ്ടാണ് വെസ്റ്റ് ബാങ്കിലേക്ക് ആയുധങ്ങൾ ഒഴുകുന്നത്. ഇസ്രായേലിനെ അകത്തു നിന്നും പുറത്തു നിന്നും ഒരേ സമയം ആക്രമിക്കുക എന്നതാണ് ഇറാന്റെ അത്തരമൊരു തന്ത്രം. വെസ്റ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഭാഗം, അതായത് ഇസ്രായേലിന്റെ മാപ്പിന്റെ അകത്ത് തന്നെയുള്ള ഫലസ്തീൻ പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഇവിടെ നിന്നും ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾക്കാണ് പദ്ധതി തയ്യാറാക്കുന്നത്. അതേസമയം തെക്ക് ഭാഗത്ത് യമനാണ്. ഏറ്റവും വലിയ ഭീഷണി വരുന്നത് യമനിൽ നിന്ന് തന്നെയാണ്. ഇറാന്റെ മുതിർന്ന കമാൻഡർ അബ്ദുൾ റസ ഷഹ്ലായി സനായിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഒരു വൻ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ചെങ്കടലിലെ ഇസ്രായേൽ കപ്പലുകളെ മാത്രമല്ല, ഇസ്രായേലിന്റെ വ്യാപാര സിരകളെ തന്നെ തകർക്കാൻ യമൻ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണ് യമൻ. നമുക്കറിയാം, ഇവിടെ നിന്ന് ധാരാളം ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ പലതവണ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല, ഇറാന്റെ ആയുധപ്പുരയിലെ ഗെയിം ചേഞ്ചർ നീക്കങ്ങളാണ്. ഇസ്രായേലിന്റെ അഭിമാനമായ അയൺ ഡോമിനെ തകർക്കാൻ ഇറാന് വെറും മിനിറ്റുകൾ മാത്രം മതിയാകും. റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധം തുടങ്ങിയാൽ ആദ്യത്തെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 2000-ലധികം മിസൈലുകൾ ഒരേ സമയം ഇസ്രായേലിലേക്ക് തൊടുക്കാനാണ് ഇറാന്റെ പദ്ധതി. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ പാടെ തകർത്തെറിയാൻ ഇതിലൂടെ സാധിക്കുമെന്നതാണ് പ്രത്യേകത. യുദ്ധത്തിന്റെ ആദ്യ നിമിഷം തന്നെ ഇസ്രായേലിന്റെ പതനമായിരിക്കണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. അതിലും ഗൗരവമായ മറ്റൊരു കാര്യം ടെഹ്റാനിൽ നടക്കുന്നു. 70ഓളം ഇറാനിയൻ എംപിമാർ ഖാംനെയിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ ആണവായുധ ഫത്വയാണ്. ആണവായുധ ഫത്വ മാറ്റാനാണ്. അതായത് പ്രതിരോധത്തിനായി ആണവായുധം നിർമ്മിക്കാൻ അനുമതി നൽകണം എന്ന് ഇസ്രായേലിന്റെ ആണവ ഭീഷണിയെ നേരിടാനും അതേ നാണയത്തിൽ മറുപടി നൽകാൻ ഒരുങ്ങുന്നു. ഇതെല്ലാം കണ്ട് ഇസ്രായേൽ വിറളി പിടിച്ചിരിക്കുകയാണ്. ഒരു മുൻകൂർ ആക്രമണം നടത്താൻ ഇസ്രായേൽ ആലോചിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ വേഗത അവരെ പിന്നിലാക്കുന്നു. ഇസ്രായേൽ ഒരു ചെറിയ യുദ്ധമാണ് ആഗ്രഹിക്കുന്നത്, എന്നാൽ ഇറാൻ അവരെ വലിച്ചെടുക്കുന്നത് ഒരു നീണ്ട യുദ്ധത്തിലേക്കാണ്. ഇസ്രായേലിന്റെ സാമ്പത്തിക സൈനിക ശക്തിയെ കാർന്നു തിന്നുന്ന ഒരു യുദ്ധം. ഇറാന്റെ പ്ലാൻ പ്രകാരം ടെഹ്റാൻ വെറും ഒരു മറുപടി നൽകാൻ കാത്തു നിൽക്കുകയല്ല, മറിച്ച് ആക്രമണത്തിന് തുടക്കമിടാൻ തന്നെയാണ് തയ്യാറാവുന്നത്. ചുരുക്കത്തിൽ മധ്യപൂർവേഷ്യയിലെ കളികൾ മാറിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറുന്ന ഇറാനെയല്ല നാം ഇപ്പോൾ കാണുന്നത്, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ 4 ദിശകളിൽ നിന്ന് ശത്രുവിനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു ഇറാനെയാണ്. 2000 മിസൈലുകളും സജീവമായ 4 യുദ്ധമുഖങ്ങളും മാറുന്ന ആണവ നയങ്ങളും ചേർന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: മഹായുദ്ധത്തിന് ഞങ്ങൾ തയ്യാർ. ഇനി അറിയേണ്ടത് ഒന്ന് മാത്രം, ആരാണ് ആദ്യം കാഞ്ചി വലിക്കുക, ഇസ്രായേലോ അതോ ഇറാനോ?